18ാമത് ലോക്സഭയിലെ സ്പീക്കർ ആരായിരിക്കുമെന്നുള്ള ആകാംക്ഷയിലാണ് രാജ്യം. NDAയിൽ സ്പീക്കർ സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ച് ഘടകകക്ഷികൾ രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും താക്കോൽ സ്ഥാനം വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണ് BJP നേതൃത്വം. BJP എന്തു തീരുമാനമെടുത്താലും അതിനെ പിന്തുണയ്ക്കുമെന്ന് നിതീഷ് കുമാറിന്റെ ജനതാദൾ പറയുമ്പോൾ സഖ്യത്തിലെ എല്ലാ പാർട്ടികളുടെയും സമ്മതത്തോടെയാണ് സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കേണ്ടതെന്നാണ് DDP നിലപാട്. JDUവും TDPയും NDAയിൽ സഖ്യകക്ഷികളാണെന്നും BJP നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്നും ജനതാദൾ നേതാവ് KC ത്യാഗി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ സമവായമുള്ള സ്ഥാനാർത്ഥിക്ക് മാത്രമേ സ്പീക്കർ സ്ഥാനം ലഭിക്കൂവെന്ന് TDP ദേശീയ വക്താവ് പട്ടാഭിറാം കോമറെഡ്ഡി തിരിച്ചടിച്ചിട്ടുണ്ട്. അതേസമയം സ്പീക്കർ സ്ഥാനം സഖ്യകക്ഷികൾക്ക് നൽകണമെന്നും BJPക്ക് സ്പീക്കർ പദവി കിട്ടിയാൽ JDUവും TDPയും തങ്ങളുടെ MPമാരെ കുതിരക്കച്ചവടം നടത്തുന്നത് കാണേണ്ടി വരുമെന്നും കോൺഗ്രസ് നേതാവും രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് പറഞ്ഞിരുന്നു. സ്പീക്കർ സ്ഥാനത്തേക്ക് JDUവിനെയും TDPയെയും പരിഗണിക്കണമെന്നാണ് ഇന്ത്യ സഖ്യത്തിലെ ആം ആദ്മി പാർട്ടിയുടെ അഭിപ്രായം. അതേസമയം ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകിയില്ലെങ്കിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം മത്സരിക്കുമെന്ന് സൂചന നൽകിയിട്ടുണ്ട്. BJP നേതാവ് ഓം ബിർളയായിരുന്നു 17ാം ലോക്സഭയിൽ സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുകയാണ്. സ്പീക്കറെ തീരുമാനിക്കാനുള്ള NDAയുടെ നിർണായക യോഗം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ ചേർന്നിരുന്നു. അടുത്ത ആഴ്ചയോടെ സ്പീക്കർ ആരെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടായേക്കുമെന്നാണ് സൂചന. ഈ മാസം 24 മുതൽ ലോക്സഭയുടെ പ്രത്യേക സമ്മേളനത്തിന് തുടക്കമാകും. ഇതിനു മുന്നോടിയായി സ്പീക്കറെ തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് തിരക്കിട്ട ചർച്ചകൾ. യോഗത്തിൽ നിലവിലെ പാർലമെന്റ് സ്പീക്കർ ഓം ബിർളയും ഡെപ്യൂട്ടി സ്പീക്കറും പങ്കെടുക്കും. മുതിർന്ന മന്ത്രിമാരുടെ സാന്നിധ്യവും യോഗത്തിലുണ്ടാകും. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, അശ്വിനി വൈഷ്ണവ്, കിരൺ റിജിജു, രാംമോഹൻ നായിഡു, ചിരാഗ് പാസ്വാൻ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. രാജ്നാഥ് സിംഗിന്റെ വീട്ടിൽ യോഗം ചേരുന്നതിന് മുന്നോടിയായി ഓം ബിർളയുമായി വസതിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, JP നദ്ദ എന്നിവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും തീരുമാനിക്കുന്നതിനായുള്ള ചുമതല രാജ്നാഥ് സിംഗിനാണ്. അതേസമയം ഈ മാസം 26-ന് സ്പീക്കർ സ്ഥാനാർത്ഥിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശം ചെയ്യും. അന്നേ ദിവസം നടക്കുന്ന തിരഞ്ഞെടുപ്പിന് ശേഷമാകും ലോക്സഭയുടെ നടപടിക്രമങ്ങൾ യഥാക്രമം ആരംഭിക്കുക. ഇതിനിടെ സ്പീക്കർ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്യാനാണ് ND സഖ്യത്തിന്റെ തീരുമാനം. സാധാരണഗതിയിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് ഭരണകക്ഷിയിലുള്ള അംഗവും ഡെപ്യൂട്ടി സ്പീക്കറായി പ്രതിപക്ഷത്തുള്ള അംഗവുമാണ് എത്തുക. എന്നാൽ ഇത്തവണ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകേണ്ടെന്നാണ് ഭരണകക്ഷിയുടെ തീരുമാനം.